പിന്നെ പോട്ടെ ഒന്നും ഞാൻ പറയില്ല. ഞാൻ വിശന്നിരുന്നോണ്ടാണ് പറഞ്ഞത്. ഇനി ഒന്നും പറയില്ല. എന്റെ കൂട്ടുകാരൻ ഇനി ഒന്നും ചെയ്ത് ഒന്നേ പറയില്ല. ഞാൻ അമ്മാവിയാണ്. ഇനി ഒന്നും നിങ്ങൾ അങ്ങോട്ട് പോയാണ്, അങ്ങോട്ട് ഇറങ്ങി പോയാണ്. അഭിനയമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങോട്ട് പോയാണ്. നിങ്ങൾ വിട്ടാണ് കൂടുതൽ അഭിനയിക്കണ്ട. മതി, അഭിനയമൊക്കെ ഇഷ്ടപ്പെട്ടു. വിട് 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 വിടന്നെ വിടന്നെ. എല്ലാ വട്ടവും ഇതുപോലെ കൈ എല്ലാ വട്ടവും ഇതുപോലെ അഭിനയിച്ചിട്ട് ചെയ്യാൻ പറ്റണ എല്ലാം ചെയ്തിട്ട് വന്നിട്ട് ഇനി ഞാൻ പറയൂല, ഇനി ഞാൻ പറയൂല. അത് മോന്റെ പോയി നടന്ന് എന്താണെന്ന് പറഞ്ഞിട്ട് വാ. അപ്പൊ പോയി പറഞ്ഞിട്ട് വാ. മഞ്ഞേ മതി മതി മതി. അഭിനയം ഇഷ്ടപ്പെട്ടു. മതി മതി മതി. അഭിനയം എനിക്ക് ഇഷ്ടപ്പെട്ടു. പോയി നിങ്ങൾ വിട്ടാണ് പോയാണമ്മ. 6 വർഷം തന്നെ മൂക്കൂട്ട കയറ്റിട്ടല്ലേ ഈ ബഹളത്തിൽ ഉണ്ടാക്കിയത്. 6 വർഷം എന്നിട്ട് 6 വർഷം എത്ര പിടിച്ച് മാറ്റണം. അല്ലെങ്കിൽ ഊട്ടിയിറക്കി കൊല്ലൂപ്പ. അഭിനയിക്കുന്നത് വിട്ടാണ് അങ്ങോട്ട്. അമ്മ നിങ്ങൾ പോയാണേ അങ്ങോട്ട്. ഒന്നും പറയൂല. മക്കളെ ഒന്നും പറയൂല. മറ്റേ തറയിലിട്ട് വലിച്ചഴക്കേ ഉള്ളൂ. പറഞ്ഞാണ് പ്രശ്നം എന്താണെന്ന് പറഞ്ഞാണ് അഭിനയിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഞാനേ ഒരു ദിവസം മാറിയപ്പോഴത്തേക്ക് എന്തായിരുന്നു പ്രശ്നം? സൗണ്ട് ഇല്ലേ സുധീഷ്ണ? സൗണ്ട് ഇല്ലേ മൈക്കെന്ന് വെച്ചാൽ ഇത്രയും പതുക്കെ വേണം. എന്ത് ഒരു ദിവസം ഞാനൊന്ന് പുറത്തോട്ട് മാറിക്കഴിഞ്ഞാൽ അത് കൂടി കൊച്ചല്ലേ, അതിന്റെ കൂടെ പറയുമ്പോഴത്തേക്ക് അവള് പിന്നെ ചോദിക്കൂലേ ഏത് കൊച്ച് അത് വലുതായ മാറിയാണ് അങ്ങോട്ട് മാറിയാണ് ഇളയ കൊച്ചല്ലേ. അത് 3-4 വയസ്സാവാൻ പോണല്ലേ ഉള്ളൂ. 4 വയസ്സായ കൊച്ചിന്റെ അടുത്ത് എങ്ങനെയാണ് പറഞ്ഞു മനസ്സിലായത്? നല്ല അഭിനയം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ആ കൊച്ചല്ലേ പൈപ്പിന്റെ അവിടെ കളിച്ചോണ്ടിരുന്നത്. അതിന് ആ കൊച്ചിന്റെ അടുത്ത് ചെല്ലുമ്പോ അവിടെ മാറണമെന്ന് അത്യാവശ്യം ഉണ്ടാവും. അവിടെ ഇത്രയും പൈപ്പ് വേറെ ഇല്ല. ഈ വീടിനകത്ത് 10-12 പൈപ്പ് ഉണ്ട്. മുടിയെ ചുറ്റിപ്പിടിച്ച തറയിലിട്ട് വലിച്ചഴച്ചളഞ്ഞാണ് ചെയ്തത്. ആ ചെറുക്കൻ ഓടിപ്പിടിച്ച് തള്ളിയോണ്ടാണ് അതിനെ ജീവനോടെ കിട്ടിയത്. അത് പോയിട്ട് പിന്നെ ഇവിടെ പ്രാക്ക് വേണം കേക്കാൻ. ഞാൻ ചോദിക്കട്ടെ, ഞാൻ നിങ്ങളോടും കൂടെ എവിടെയും പറയില്ല. 10 കൊല്ലം കൊണ്ട് കേൾക്കാൻ ഞാനൊന്ന് മാറി നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ രീതികളൊക്കെ മാറിപ്പോണ. ഞാൻ ചോദിക്കണ അതല്ല, അത് ശരിയായ പ്രവണതയാണ്. ഞാൻ ഒരു ദിവസം ഇല്ല, ഞാൻ പറഞ്ഞിട്ടല്ലേ പോയത്. പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ചുമ്മാ ചുമ്മാ ദോശയും തിന്നിട്ട് ആരാണ് പറയുന്നത്? ഞാൻ ചോദിക്കട്ടെ, അവള് വിളിച്ച് ചോറിന് വേണ്ടി വിളിക്കുമ്പോഴത്തേക്ക് വേണ്ടെന്ന് പറയുന്ന ആരാണ്? ഞാൻ തന്നെ. എന്നിട്ട് പിന്നെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിൽ ഏതെങ്കിലും നിൽക്കും. നിങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞ് കൊണ്ട് തന്നാലും നിങ്ങൾക്ക് വേണ്ട, അടച്ചു വെച്ചാൽ ചളിച്ചു പോകും അല്ലേ? കറിയും കോരി ഒഴിക്കുന്ന സാധനം ചളിച്ചു പോകും. പിന്നെ ഇത് നമുക്ക് ഇനി ഇതിൽ എപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് രാവിലെയും രാത്രിയും എനിക്ക് മതിയെന്ന് പറയുന്നു. രാവിലെ തന്നല്ലോ, കഴിച്ചു. ഇനി ഞങ്ങൾ ഇനി എന്ത് ചെയ്യും? നിങ്ങൾ എന്നെ എല്ലാം പറയുന്നത്. പിന്നെ ഞാൻ പോകുന്നതിന് മുമ്പ് പറഞ്ഞില്ലായിരുന്ന ഞാൻ ഇതുപോലെ ഒരു ആവശ്യത്തിന് പോകേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞിട്ടല്ലേ പോയത്. ഇവിടെ നോയിക്കോളണം പറഞ്ഞിട്ടല്ലേ പോയത്. ഞാൻ പറഞ്ഞു എന്തെന്നാണ്, എവരെയും പിള്ളേരെയും നോക്കിക്കോളണം എന്ന് പറഞ്ഞിട്ടല്ലേ പോണത്. അപ്പം പറഞ്ഞിട്ട് പോയ ആള് എന്നെ കയ്യേറ്റം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇങ്ങനെ പോയാ നിങ്ങൾക്കാണെങ്കിലും എനിക്കാണെങ്കിലും വേവിച്ചു തരുന്ന ആരാണ്? ആര് വേവിച്ച് തരുന്ന ആരാണോ? ആരുമില്ലെന്നല്ല. ഇപ്പൊ ആളുണ്ടല്ലോ. ആരാണുള്ളത്? എവളുണ്ട്? എവരല്ല, എവള് അല്ലേ? അപ്പൊ പിന്നെ അവളെ തന്നെ നിങ്ങൾക്ക് ഉപദ്രവിച്ചിട്ട്
രാവയും കൂടെ ചെയ്ത വണ്ടി പോണ പോക്കിൽ ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? വണ്ടി ഇടിക്കണമെന്നൊക്കെ പറയാൻ പാടുണ്ടോ? രാവണ പോണ പോക്കില് വണ്ടിന്ന് അവള് തെറിച്ച് വീണ് അവിടെ കിടന്ന് വേറെ വണ്ടി കേറി പ്രാവണതാണ്. അവിടെ കിടന്ന് വേറെ വണ്ടി കേറി എന്താ അവളെ തലയിൽ കൂടെ വണ്ടി കേറി എന്തൊരുക്കെ പ്രാവണത്. എന്നിട്ട് അവളെ വാരിക്കൊണ്ട് ഇവിടെ വന്ന് ആ കുഴിയിൽ ആ കുട്ടികളെ ജീവനോടെ ഇട്ട് മൂടണം. ഇങ്ങനെ ഇത് എത്ര മുമ്പും പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഇത് പറയരുത്, ഇത് പറയണത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടില്ലേ? അതിൽ പോരാഞ്ഞിട്ട് കൊച്ചു കുട്ടിയല്ലേ അത്. അവള് ശരി തന്നെയാണ്. അവൾക്ക് ഒരു പൈപ്പിൽ ചോദിച്ചാ അവള് മറ്റേ നമ്മുടെ ഡോറയിൽ അവിടുത്തെ പൈപ്പില്ലേ, ആ പൈപ്പിൽ നിന്ന് ഇവള് കളിച്ചോണ്ടിരിക്കുന്ന ആ സോസിന്റെ കുപ്പിയില് സോസിന്റെ കുപ്പിയില് വെള്ളം പിടിച്ച് പൈപ്പ് കിടക്കുകയല്ലേ. ആ പൈപ്പുണ്ട്, ഈ പൈപ്പുണ്ട്, എത്ര പൈപ്പ് കിടക്കണ വേറെ, അതിലൊന്നും പോവൂല. കൊച്ചു നിക്കണ പൈപ്പിൽ തന്നെ പോവും. എത്ര തവണ വഴക്ക്. അവള് മറ്റേ സോസിന്റെ കുപ്പിയില് വെള്ളം പിടിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഞാനൊരു കാര്യം ചെയ്യാം. എവളെയും പിള്ളേരെയും കൊണ്ട് ഒരു വാടകയ്ക്ക് വീടെടുത്ത് മാറാൻ പോലെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്കിപ്പം പറഞ്ഞേ, എനിക്കിപ്പോ ഒരു വർക്ക് വരെ എനിക്ക് നൈറ്റ് ഒരു പണി വന്നു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ഒന്നും ചെയ്യില്ല. എനിക്ക് നൈറ്റ് ഒരു വർക്ക് 2 ദിവസത്തേക്ക് വന്നാൽ ഒന്നും ചെയ്യില്ല. ഒരാഴ്ച കഴിഞ്ഞ് വരുമ്പോ 3 ശവം കിടക്കും. ഞാൻ പറഞ്ഞേ, ഒരാഴ്ച എനിക്ക് ഇത്തിരി മാറി നിൽക്കേണ്ട ഒരു ആവശ്യം വന്നാൽ ഞാൻ എങ്ങനെ മാറും? എങ്ങനെ മാറി നിൽക്കും? നന്ദ ഇവിടെ വന്നിരിക്കടാ. എങ്ങനെ മാറും? മാറാൻ പറ്റില്ല. ഇതാണ് സാഹചര്യം. ഇതുകൊണ്ടാണ് നൈറ്റ് വർക്ക് ആണെങ്കിൽ പോലും എടുക്കാത്തത്. ഡോഗിന് കൊടുക്കും. പറഞ്ഞിട്ട് പോകുമ്പോ തന്നെ നിങ്ങൾ ഇങ്ങനെ ഉപദ്രവിക്കുന്നു. ഇത് എന്തെങ്കിലും കാരണമുണ്ടോ? ഇങ്ങനെ ചെയ്യുന്നത് ചോദിച്ചാ ഞാൻ പറയട്ടെ, കാരണം എന്താ, ഈ കാണുന്നവർ വിചാരിക്കും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കണം എന്നല്ലേ വിചാരിക്കുള്ളൂ. കാര്യം അറിയണ്ടേ. ഇന്നലെ ഇവള് ഒരു സോസ് ഞാൻ എടുത്ത് കൊടുത്തപ്പോ ആ സോസ് എവളും അവനും കൂടെ കഴിച്ചിട്ട് അതിന്റെ കുപ്പിയും കൊണ്ട് ഇവക്ക് മറ്റേ പൈപ്പിൽ പോയി വെള്ളം പിടിക്കുന്ന ഒരു സൂക്കേടുണ്ടല്ലോ. അങ്ങനെ ഡോറയുടെ പൈപ്പിൽ പോയി വെള്ളം പിടിച്ച് കളിച്ചോണ്ടിരുന്നു. ഇവര് ചായയും കുടിച്ചിട്ട് ആ ഗ്ലാസ് കഴുകാനായിട്ട് നേരെ ചെന്നിട്ട് എവള് വെള്ളം പിടിച്ചോണ്ടിരിക്കുന്നത് അവളെ പിടിച്ചു മാറ്റിയിട്ട് ആ ഗ്ലാസ് കഴുകയാണ്. ഇവള് വീണ്ടും വെള്ളം എടുക്കാനായിട്ട് പൈപ്പിനെ മൂട്ടി ചെന്നപ്പോണ്ട് അവളെ അവിടുന്ന് ഒരു പൈപ്പിന്റെ തുണ്ടെടുത്ത് ഒരു ഒറ്റയടി. അപ്പൊ ഇവ നന്ദൻ എന്നെ വിളിച്ചു പറഞ്ഞു, അമ്മ പൈപ്പിന്റെ തുമ്പൊന്നും അല്ല, ഗ്ലാസിന്റെ ബാക്ക് വാഷ് എടുത്തിട്ട് ഒറ്റയടി. ഇവിടെ ഒന്നുമല്ല, ഇവിടെ അടിച്ച് പറയണേള്. എന്നിട്ട് ഞാൻ നോക്കിയപ്പോ ഒരു പൈപ്പിന്റെ തുണ്ടും കയ്യിൽ വെച്ചുകൊണ്ട് ഇവള് അടിക്കാൻ ഓട്ടിക്കുന്നു. ഞാൻ ഗ്ലാസ് വെച്ചിട്ടാണ് അടിച്ചെന്ന് ഇപ്പോഴാണ് അറിയാം. ഞാൻ പൈപ്പെന്നാണ് കരുതിയ. പൈപ്പിന്റെ തുണ്ടും വെച്ചുകൊണ്ട് അടിക്കാൻ ഓട്ടിക്കുന്നു. ഇവള് ഓടി ഇവിടെ വന്നത് ഈ ജാമ്പര മൂട്ടിൽ വന്നത്. ഈ പെണ്ണ് മുടി പിരുത്തിട്ടല്ലേ നിക്കണം. മുടിയിൽ പിരുത്ത് തറയിലിട്ട് വലിച്ചങ്ങ് അവിടുന്ന് ഇഴക്കണ്. ഞാൻ ഇതിന്റെ കുഞ്ഞു കുറുക്കല്ലേ, ഈ കുറുക്കൊക്കെ വലിച്ചഴച്ചുകൊണ്ട് വന്ന ഈ മണലിൽ വലിച്ചഴച്ചുകൊണ്ട് വന്ന അതിന്റെ പിഞ്ചു പോകൂലേ, അവൻ പിടിച്ച് തള്ളിയപ്പോഴാണ് വിട്ടത്. തള്ളേണ്ടി വന്നു. അപ്പൊ നിങ്ങൾ അമ്മ അച്ചാമ്മ എന്ന് വിളിക്കുന്ന കൊച്ചല്ലേ, ഇന്ന് വരെ അവൻ വേറെ ഒന്നും വിളിച്ചിട്ടില്ലല്ലോ. അച്ചാമ്മ എന്ന് വിളിക്കുന്ന അവൻ നിങ്ങൾ അമ്മയെ തള്ളിയിട്ടിട്ട് അവളെ രക്ഷിക്കേണ്ട ഒരു എന്താണ്? എന്നിട്ടാ അവിടുന്ന് ചാടി എണീച്ച് എന്നെ നീ തള്ളിയിടാറായാന്ന് ചോദിച്ചിട്ട് നന്ദന കേൾക്ക്. അവിടുന്ന് ചാടി എണീച്ച് നീ എന്നെ തള്ളിയിടാറായാടാന്ന് പറഞ്ഞ് 2 ചീത്തയും വിളിച്ചിട്ട് അവനെ അടിക്കാനായിട്ട് ആ പൈപ്പുമായിട്ട് എടുത്ത് ഓടണം. അപ്പോഴാണ് ഞാൻ ഇവിടുന്ന് ഓടി ചെന്നത്. ഞാന് ഇടിയപ്പത്തിന്റെ മാവ് ഒഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇതൊന്നും ശ്രദ്ധിക്കണില്ല. അല്ല, അവരിവിടെ ഒറ്റയ്ക്ക് കിടക്കട്ടെ, അവർക്ക് അത് തന്നെ ഇഷ്ടം. ഞാൻ 2 പിള്ളേരെയും എവിടെയും കൊണ്ട് വാടകയ്ക്ക് ഒരു വീടെടുത്ത് മാറി. എത്ര തവണയായി എന്തെങ്കിലും പറയണമെങ്കിൽ ഞാൻ നേരെ വന്ന് പോയി. അമ്മ ഞാനേ പോണേന്റെ അന്ന് മെനഞ്ഞാന്ന് രാവിലെ കൂട് കഴുകിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് എവിടെ നോക്കിക്കൊള്ളണം, വീട് നോക്കിക്കൊള്ളണം എന്ന് അമ്മയടുത്ത് പറഞ്ഞില്ലായിരുന്നു? നിങ്ങളടുത്ത് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ചിരിച്ചോണ്ട് ഞാൻ എല്ലാം നോക്കിക്കോളാം, ഞാൻ പോയി. അന്ന് ഒരു ദിവസം അവിടെ സ്റ്റേജിൽ നിന്ന് അടുത്ത പിറ്റേന്ന് വരണ വഴിക്ക് ട്രെയിനിൽ ഇരുന്നപ്പോഴാണ് ഈ സംഭവങ്ങൾ കേൾക്കുന്നത്. അവിടെ നിന്ന് പെട്ടെന്ന് മാഞ്ഞിട്ട് ഇവിടെ വരാൻ എനിക്ക് പറ്റില്ല. അപ്പൊ പിന്നെ എന്ത് ധൈര്യത്തിൽ ഞാൻ മാറി നിൽക്കും? ഒരു 2 ദിവസം എനിക്ക് മാറി നിൽക്കേണ്ടി വന്നു. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്? എന്നിട്ട് മറക്ക് പോട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലേ ഞാൻ ചോദിക്കട്ടെ, വേറെ ആരെങ്കിലും ആണെങ്കിൽ സമ്മതിക്കും? അവളെ വീട്ടിൽ പോകും. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ മാറി. ഇപ്പൊ രണ്ടും ചെയ്യാത്തടത്തോളം അവള് മാറി താമസിക്കും. അല്ലെങ്കിൽ ഞാൻ രണ്ടും കൂടെ വന്നു കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം. എനിക്ക് മാറിപ്പോ കള ഇനി അങ്ങനത്തേക്ക് എത്ര തവണ ഇനി ഞാൻ ചെയ്യൂല 10 കൊല്ലം കൊണ്ട് കേൾക്കണം. ഇനി ഞാൻ ചെയ്യില്ല. നമ്മളെ വീഡിയോ കാണുന്ന കുറെ പേര് പറഞ്ഞിട്ടുണ്ട്, അമ്മ ഇനി ഉപദ്രവിക്കുമ്പോ അമ്മയോട് മിണ്ടാനേ പോവരുത്.
കുറെ നാൾ അങ്ങനെ ആവുമ്പോഴത്തേക്കും ഞാൻ മിണ്ടണില്ല. ഇല്ല, ഞാൻ മിണ്ടൂല. ആഹാരമൊക്കെ കറക്റ്റ് കൃത്യ സമയത്ത് നിങ്ങൾ കൊടുക്കുകയല്ലേ? നിങ്ങൾ കൊടുത്താൽ ഞാൻ ജോലിക്ക് ഇറങ്ങി പോയി കഴിയുമ്പോ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നേരാ. ഞാൻ ഇല്ല ഉള്ളപ്പോഴും ഞാൻ നോക്കാറില്ല അല്ലേ? പിന്നെ നിങ്ങൾ എന്താണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പോകണ്ടേ? ഒരു ദിവസത്തേക്ക് മാറി നിൽക്കേണ്ട ഒരു ആവശ്യമാണ്. ഞാൻ എന്ത് ചെയ്യും? അപ്പൊ ഞാൻ വേറെ മാറി താമസിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. മുമ്പ് ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഞാൻ ഈ വീട്ടിൽ നിങ്ങളവിടെ സെപ്പറേറ്റ് തനിച്ചല്ലേ താമസിച്ചുകൊണ്ടിരുന്നത്. അതേപോലെ മാറട്ടെ. എന്ത് അല്ല, നമുക്ക് മാറാം. വേറെ വീട് വാടകയ്ക്ക് എടുക്കാം. ഒരു പെണ്ണും കിടക്കൂല. നമുക്ക് മാറാന്ന് തന്നെ പറയും. ഇത്രയും ഇൻകം കൊണ്ട് ഇപ്പം എന്നിട്ടാ എന്നെ ഈ ഉപദ്രവം ആ നൈറ്റ് എടുത്തേന് എന്നെ പീഡിച്ച് ഈ തറയിലിട്ട് വലിച്ചഴച്ച് ഇത്രയും രാവിലെ കൊച്ചിൻ ഇന്നലെ രാത്രിയെ വെളിയിലോട്ട് വണ്ടിയിൽ ഇറങ്ങാൻ പോയി. അവൻ വണ്ടി എടുത്തോണ്ട് ഇറങ്ങാൻ വേണ്ടി അവള് വണ്ടിയിൽ എന്നെ വിളിക്കാൻ വേണ്ടി വരാൻ വേണ്ടി പോയപ്പോ അവൻ പറഞ്ഞു പോണ്ട അച്ഛ യൂബർ വിളിച്ചു കാണും. പിള്ളേർ ഇത് കേൾക്കുമ്പോഴേക്കും പിള്ളേർക്ക് പേടിച്ചു പോവുകയില്ലേ? ഇങ്ങനെ ഒരു അരിമ്പ്രാക്ക് ഇങ്ങനെ ഈ രീതിയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ പേടിച്ചു പോകും. അത് മാത്രം അത് ആ പ്രാക്ക് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അമ്മേരെ ഫോണ് ഇവിടെ അമ്മ ഫോൺ വിളിച്ചോണ്ട് നോക്കിയപ്പം അമ്മേരെ ബാക്ക് ഫോണിന്റെ വാൾപേപ്പർ നോക്കിയപ്പം ചെലന്തി വരെ വലയിരിക്കണ്. അമ്മ വിചാരിച്ച് ചെലന്തി അങ്ങാനും വന്ന്. അല്ല ചോദിച്ചാ നമുക്ക് വേറെ വീട് വാടകയ്ക്ക് നമുക്ക് വേറെ പോവാ. അവര് ഒറ്റയ്ക്ക് ഇവിടെ കിടക്കട്ടെ. ഉണ്ടായിരുന്നു കേട്ട് പേടിക്കാൻ നിൽക്കരുത്. നിങ്ങൾ കൊച്ചു കുട്ടികളാണ്. അതുകൊണ്ട് ഒന്നും വരില്ല. ഇവിടെ ജീവിക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് നീ അതിനൊന്നും അത് നീ അങ്ങനെ മനസ്സിൽ വെച്ചാൽ കുഞ്ഞിക്കും അതൊരു പേടിയാവും. അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട. ഒരാൾ അങ്ങനെ പറഞ്ഞു ഒന്നും സംഭവിക്കില്ല. ധൈര്യമായിട്ട് പോവുക. ഓക്കെ. ഇന്നലെ അച്ഛനെ വിളിക്കാൻ വന്നിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? നമ്മൾ ഹാപ്പി ആയിട്ട് തിരിച്ചു വന്നില്ലേ? ശ്രദ്ധിക്കുക. വണ്ടി റോഡിൽ നമ്മൾ അല്ലെങ്കിലും ശ്രദ്ധിക്കണം. ഓക്കെ. അതുകൊണ്ട് അത് കളയുക. എന്നിട്ട് ഞാൻ വന്ന കാര്യം വല്ലതും അറിഞ്ഞ ഈ വഴക്കത്രി അടിയത്രി ഉണ്ടാക്കിയിട്ട് നേരെ പോയി കിടന്ന് മരുന്ന് കഴിക്കാൻ. തിന്നൂലെന്ന് മരുന്ന് തിന്നൂല പോലും. മരുന്ന് കഴിക്കാത്ത എന്താണ്? മരുന്ന് കഴിക്കൂല പോലും. മരുന്ന് തന്നനൊക്കെ വേണ്ടെന്ന് പറഞ്ഞു. തന്നനൊക്കെ വേണ്ടെന്ന് പറഞ്ഞു. അവര് തന്നെ പറഞ്ഞ ഇനി ഇവിടെ വരൂല. മക്കളെ നിങ്ങൾ സംസാരിക്കുക. മിണ്ടാതിരിക്കും. നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ, ഈ മരുന്ന് ഇല്ല വേണ്ടെന്ന് പറഞ്ഞു. വേണ്ടെന്ന് പറഞ്ഞു എന്തെന്നാണ് ഞാൻ ചോദിച്ചത്. വേണ്ടെന്ന് പറഞ്ഞു എന്തിന്? പുളി അയച്ചോണ്ട് കിടക്കും. അതെങ്ങനെയാ? നിങ്ങള് തന്നില്ലെന്ന് വേണ്ടെന്നല്ലേ പറഞ്ഞു? ഞാൻ കാസിൽ വെള്ളം കൊടുത്തു. ചുമ്മാ ഇരിക്കും. എന്നോടുള്ള അവരോടുള്ള ഫോണിൽ കൂടെ നിങ്ങളെ മോൻ കേട്ടത് തന്നെയല്ല. പുറത്ത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പോയി കിടന്നു കഴിഞ്ഞാൽ ഈ എന്നത്തെ പ്രശ്നമില്ല. മരുന്ന് കഴിച്ചില്ലെന്നും എന്താ സ്റ്റൂൾ എടുത്തു കൊടുക്കടാ. മരുന്നേ സ്റ്റൂൾ എടുത്തുള്ള പ്രശ്നമൊന്നും ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ല. നിങ്ങൾക്കാണ് ബുദ്ധിമുട്ട്. അവിടെ ഞാൻ വന്നപ്പോ തന്നെ 12 മണി അടിച്ചു. 12 മണിയായപ്പോഴത്തേക്ക് 12 മണിയായപ്പോഴത്തേക്ക് പുറത്ത് മൂടി കിടന്ന് ഉറങ്ങും. എന്നിട്ട് അവര് മരുന്ന് തരാൻ വിളിച്ചല്ലോ. വെളിയിൽ പോയി. കേക്കാത്തത് അത് കേക്കാത്തത് നേരെ ആഹാരം തന്നില്ലെങ്കിൽ മരുന്ന് തരികയെന്ന് പറഞ്ഞു. ആഹാരം തന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് വിളിച്ചാൽ നിങ്ങൾക്ക് പോകാൻ പറ്റും. എനിക്ക് നിന്റെ ചോറും വേണ്ട ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് ഓടിയവളാണ്. നിങ്ങളല്ലേ പറഞ്ഞു നിന്റെ ചോറും വേണ്ട ഒന്നും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഓടിയ നിങ്ങളല്ലേ. എന്നിട്ട് ആഹാരം അവര് തന്നില്ല. ഈ അടി എത്രയും കൊണ്ടിട്ട് ഞാൻ പിറകെ ചെന്ന് താലപ്പൊലി എടുത്തോണ്ട് വരാം. ഏതെങ്കിലും അല്ല നമ്മൾ വേറെ നമ്മുടെ ബന്ധുക്കൾ തന്നെ ആയിക്കോട്ടെ. നിങ്ങൾ ഒരു തവണയെങ്കിലും തിരിഞ്ഞ് കല്ലെടുത്ത് നോക്ക്. പിന്നെ വിളിച്ച് ശോഭനയെ വാങ്ങി പറഞ്ഞ് വിളിച്ച് ആഹാരം തന്നിട്ടുണ്ട്. അപ്പൊ അവിടെ ആയതുകൊണ്ടല്ലേ ഈ ഒരിടവും പോവാതെ ഇവിടെ തന്നെ ഇങ്ങനെ നമുക്ക് ഇവിടെ തന്നെ ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞ് എത്ര പ്രാവശ്യം നമ്മൾ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കണം. ഇതിനു മുമ്പ് കാർത്തികേയൻ കുഞ്ഞി ചുമരി വരയ്ക്കല്ലേ. കാർത്തികേയൻ അന്ന് കുഞ്ഞിനെ കൊച്ചിനെ അന്നായി അടുക്കള കിട്ടിക്കൊണ്ടിരിക്കും. ഓർമ്മ വേണ്ട. അത് കഴിഞ്ഞിട്ട് മറ്റേ ഏതെങ്കിലും ലോകത്ത് ഒരു തള്ളയെങ്കിലും അവന്റെ കൊച്ചിനെ അടിക്കുന്ന ഇവിടെ താമസിക്കാൻ.
എന്നിട്ട് ഞാൻ പോയിട്ട് വന്നിട്ട് നീ വന്നാന്ന് ചോദിക്കാനെങ്കിൽ ഇറങ്ങി വരാത്തത് പറ. ഞാൻ നമുക്ക് വേറെ ഒരു വീട് വാടകയ്ക്ക് എടുക്കാൻ സുധീഷ. നമുക്ക് ഇവിടെ കിടക്കണ്ട, നമുക്ക് മാറാം. ഇല്ലില്ല, നമുക്ക് ഇവിടെ കിടക്കണ്ട. നമുക്ക് ഇവിടെ ഈ മുന്നോട്ട് പോക്ക് പറ്റില്ല. ഈ വീട് അടച്ചിട്ടിട്ട് നിങ്ങൾ അവിടെ താമസിച്ചോട്ട് നമ്മൾ ഇത് അടച്ചിട്ടിട്ട് ഇല്ല, നമുക്ക് വേറെ വീട്ടിൽ പോവാം. നമുക്ക് എനിക്കിവിടെ കിടക്കാൻ വയ്യ. എനിക്ക് ഇവരെ ഉപദ്രവം കൊണ്ട് ഇന്നലെ ഈ ഇത്രയും ചെയ്തിട്ട് ആ തറയിൽ കിടന്ന് ഈ ബഹളവും ചെളിയായ തുണിയെ ഞാൻ എന്ത് ചെയ്ത് എടുത്തുകൊണ്ടെന്ന് ആ തൊട്ടിയിൽ കൗക്കാനായിട്ട് എടുത്തുകൊണ്ട് വന്നതും ഞാൻ നിങ്ങളോട് ആ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ അറിയണം ഇത് പുറകെ കൂടെ വരണ കാര്യം. ഓടിക്കോണ്ട് വന്ന് ആ തുണി പിടിച്ച് ഒരു വരി വലിച്ചതും എനിക്ക് ബാലൻസ് ഏറ്റി എന്റെ നടുവും കയറി ഒരു പിടി പിടിച്ച് ഇന്ന് ഇപ്പൊ ആശുപത്രി പോകേണ്ടി വന്നില്ലേ നട്ടല് കാണിക്കാൻ. ഇവർ ഈ ചുമ്മാ ഈ ഉപദ്രവം കൊണ്ട് ഇവിടെ കിടക്കണം. എന്നിട്ട് എന്നാ വിടണോ? എന്തൊരു കടിയും അടിയും, കുറുക്കുന്നില്ല, നെഞ്ചെന്നില്ല, കയ്യെന്നില്ല, ഇങ്ങനെ ഉപദ്രവിക്കും ഒരാളാ. അത് തന്നെ പല്ല് വെച്ച് കൊടുക്കാൻ ഒരുപാട് പേര് പറയണം. പല്ല് വെച്ച് കൊടുക്കും. ഇപ്പോഴേ കടി എനിക്ക് സഹിക്കാൻ വയ്യ. ഇനി പല്ലും കൂടെ വെച്ചു കൊടുത്താൽ നല്ല രസമായിരിക്കും. എന്തൊരു ഉപദ്രവം ഇത്. മിണ്ടാതിരിയടാ, മിണ്ടാതിരിയടാ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിക്കുമ്പോഴേ പിള്ളേർക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കി. ഇവര് രണ്ടുപേർക്കും അത് കുഞ്ഞിക്ക് മനസ്സിലായി വരുന്നതേ, അവന് മനസ്സിലാവുന്ന പ്രായം. പക്ഷെ പെട്ടെന്ന് ഉള്ളിൽ ഒരു ഭയം വരും. അല്ലെങ്കിൽ തന്നെ എന്തിനാണ് ഈ കൊച്ചിന് ഇങ്ങനെ ഇന്നലെ ഉപദ്രവിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാവാത്ത. ഞാൻ അത് ചുമ്മാ നിൽക്കുന്ന കുട്ടികളപ്പൊ ഇങ്ങനെ ഉപദ്രവിക്കാൻ തുടങ്ങിയ. ഇടയ്ക്ക് കുറെ എണ്ണം പറഞ്ഞിട്ട് അത് കുട്ടി ഇന്ന് രാജാവാ ഇവര് ചെന്ന ഉടനെ കൊച്ചങ്ങ് മാറി കൊടുക്കാൻ. അവർക്ക് അതിനുള്ള നന്ദനാണെന്നുണ്ടെങ്കിൽ മാറി തരില്ലേ. നന്ദനാണ് ഇപ്പൊ ഒരു പൈപ്പിന്റെ ചോട്ടിൽ നിൽക്കുന്ന അമ്മ. നിങ്ങൾ ചെല്ലുമ്പോഴത്തേക്ക് മാറെന്ന് പറയുമ്പോഴത്തേക്ക് അവൻ മാറിത്തരൂ. എന്തുകൊണ്ടാണ്? അവന് 10 വയസ്സായി, അവന് കാര്യം അറിയാം. അച്ചാമ്മയാണെന്നും നിങ്ങൾ വരുമ്പോഴോ അല്ലെങ്കിൽ അങ്ങോട്ട് മാറുമ്പോഴോ അവനറിയാം. പക്ഷെ അവളെന്ന് പറയുന്നത് 3 വയസ്സ് കഴിഞ്ഞപ്പോഴാണ്. അവക്ക് ഇപ്പം അച്ചാമ്മയാണ്, അച്ചാമ്മ ഉപദ്രവിക്കുന്ന കാര്യങ്ങൾ അറിയില്ല. മനസ്സിലായ? അപ്പൊ അവളെന്തിരിക്കും അവിടെ നിന്ന് വീണ്ടും അപ്പൊ ഞാനാണെങ്കിൽ പോലും ഒരു ആവശ്യത്തിന് ഒരു ബക്കറ്റ് എടുത്ത് വെള്ളം എടുക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് അവര് മക്കളെ മാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവള് മാറില്ല. അവൾ ആ പൈപ്പിൽ തന്നെ കളിക്കും. അപ്പൊ നമ്മള് വലിയവരല്ലേ തിരുത്തേണ്ടത്. അത് പോട്ട് ആ പൈപ്പിൽ നിന്ന് വേറെ പൈപ്പ് കിടക്കല്ലേ. അതിൽ ആ കൊച്ചിനെ തൂക്കി ഇങ്ങനെ എടുക്കുക, മുടി പിടിച്ച് ഇങ്ങനെ വലിക്കുകയൊക്കെ ചെയ്യുമ്പോഴേ വലിച്ചഴച്ച് തറയിലിട്ട് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഞാൻ ഇല്ലാത്തോണ്ടല്ലേ ഇത് ചെയ്തത്. ഞാൻ എന്നും എനിക്കിപ്പം അമ്മ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് നിൽക്കാൻ പറ്റുമോ? വീട്ടിൽ നിൽക്കാൻ പറ്റുമോ? എനിക്കൊരു അമ്മയുണ്ട്, അമ്മ എന്റെ പിള്ളേരെ ഉപദ്രവിക്കും. എല്ലാം കഴിഞ്ഞിട്ട് ഒരു അഭിനയമായിട്ട് വരും. ഇനി ചെയ്യൂല, എന്നെ കൊന്നാലും ചെയ്യൂല. ഇനി എന്നെ കൊന്നാലും ചെയ്യൂല. ഇനി അടുത്ത് ചെയ്യണമെങ്കിൽ നോക്കി. എന്നിട്ട് പിറ്റേ ദിവസം ചെയ്തിട്ട് പറയാം അതിന്റെ അടുത്ത് ചെയ്യണമെങ്കിൽ നോക്കിക്കോളാം. നിങ്ങൾ അമ്മ തന്നെ ചോദിക്കും, നീ ഇത് ജോലിക്ക് പോണില്ല. അവളെ അടിച്ച് അവളെ പ്രാപി അവള് പോയി കഴിഞ്ഞോണ്ടല്ലോ ഞാനും പട്ടിണിയാവും, നിങ്ങളും പട്ടിണി. അവള് 2 പിള്ളേരെയും കൊണ്ടുപോയി അവള് വ്യാപിച്ചു കുടിച്ച് കിടക്കും. കാരണം എനിക്ക് നിങ്ങൾക്ക് ആര് തരും? ഉപദ്രവത്തിന് ഇങ്ങനെ ഒരു ഉപദ്രവം ഉണ്ടാ? വലുതെന്നില്ല, ചെറുതെന്നില്ല. നിങ്ങളൊരു കാര്യം ചെയ്യാം, കൊടപ്പനക്കുന്ന് ഭാഗത്തൊരു വീട് നോക്ക്. ആ ഭാഗത്ത് നമുക്ക് താമസിക്കാം. അവിടെ ഞാൻ നല്ല വീട് ഫോർ റെന്റിനുണ്ട് കേട്ടോ. പറ്റിയത് പറ്റി, പറഞ്ഞിട്ട് കാര്യമില്ല. എത്ര പറഞ്ഞാലും ഈ കണക്കിനെ നിങ്ങൾ പോകത്തുള്ളൂ. അത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കൊണ്ട് മാത്രമാണ്. നിങ്ങൾ ഈ പറയുന്നതൊന്നും അല്ല നാളെയും സംഭവിക്കണമെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. എനിക്കത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഞാൻ പറയില്ല ഒരിക്കലും പറയില്ല. ഒരു മനുഷ്യരും ഉൾക്കൊള്ളൂല. ഇങ്ങനെ പോണ വഴിക്കൊക്കെ ഇങ്ങനെ വണ്ടി കയറി അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും ഭീകരമായിട്ട് തോന്നി. ഇത്രയും നാളായിട്ടും അങ്ങനെ പോവില്ല. അതുകൊണ്ട് അങ്ങനെ ദൈവത്തിനെ ഞാൻ ശിക്ഷിക്കും. എങ്ങനെ ശിക്ഷിക്കും? ദൈവത്തിനെ ഞാൻ ശിക്ഷിക്കുമെന്ന് ഇങ്ങനെ ദൈവത്തിന് ഇവിടെ നിന്ന് കല്ലെടുത്തറിയോ തന്നെ? അത് സ്വയം അടിക്കാൻ പോകുമ്പോ ചിന്തിച്ചാൽ നിങ്ങളെ കൈകൊണ്ട് ചത്ത ദൈവത്തിനെ വെള്ളം വിളിക്കും. അത് കൊള്ളാം. എന്നിട്ട് നേരം വെളുത്തിട്ട് ഇത്രയും നേരമായിട്ടും നിന്നെ ചുറ്റിപ്പറ്റി സോപ്പിടാൻ നടക്കണേ അല്ലാതെ നീ പോയിട്ട് വന്നിട്ട് എന്തുണ്ട് വിശേഷമെന്നോ അല്ലെങ്കിൽ പോയി സുഖയാത്രയായിരുന്നോ ഒന്നും ചോദിച്ചില്ലല്ലോ. അതെന്ത് ചോദിക്കും? കാര്യം അവളെ ഇന്നലെ അടിച്ചുകൊണ്ട് അവളെ സോപ്പിട്ട് നിന്ന് കഴിഞ്ഞാൽ കാര്യം നടക്കുള്ളൂ. എന്നെ സോപ്പിട്ടിട്ട് ഒരു ഉപയോഗം.
നീ ഇന്നലെ വന്നോന്ന് ഞാൻ മനസ്സമാധാനം ഇല്ലാതെ വന്നു അത്ര ബസ്സൊന്നുമില്ല വണ്ടിയൊന്നുമില്ല ഒന്നുമില്ല. ആൾക്കാർ നോക്കിയാ മിണ്ടാരും ഈ അമ്മയുടെ ഹോബിയാണ്. എന്ത് ചെയ്യണം ഒന്നും ഒരു ഞാനിപ്പോ ഇതിൽ എന്ത് ചെയ്യണം ഞാനിപ്പോ എന്ത് ചെയ്യണം വാടാ ചെറിയ അപ്പാർട്ട്മെന്റ് ആണെങ്കിൽ നമുക്ക് കൊടപ്പനക്കുന്നിൽ വീട് വാടകയ്ക്ക് നോക്കാം. പോണെന്ന് പറഞ്ഞു മേരിയടാ ഞാൻ കുളിച്ചോണ്ട് വന്ന് ഇവിടെ ഇവിടെ ഇന്നലെ ഇന്ന് അടിയും കൊടുത്തിട്ട് നാളെ കുളിച്ചോണ്ട് വന്നിരിക്കാന്ന് പറഞ്ഞിട്ട് കാര്യം ഇന്ന് കുളിച്ചോണ്ട് വന്നു. ഞാൻ ചോദിച്ചാ ഞാൻ പറഞ്ഞു കൊടപ്പനക്കുന്നിൽ ഒരു വീട് വാടകയ്ക്ക് ഇട്, നമുക്ക് ഇവിടെ കിടക്കണ്ട. അവള് പോകണമെന്ന് പിള്ളേരെയും കൊണ്ട് പോകണം. ഒരു കണക്ക് നോക്കി അതാണ് നല്ലത്. ഇടവിട്ട് നിങ്ങൾ കയ്യേറ്റം ചെയ്യും. ഞാൻ രാവിലെ നിങ്ങളുടെ അടുത്ത് ഇത് പറഞ്ഞിരുന്നതാണ്. എന്തെങ്കിലും അവള് വേറെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ആഹാരം വെച്ച് തരാനോ നമ്മുടെ കാര്യം നോക്കാനോ ആണില്ല. ഇപ്പൊ അമ്മ കാരണം മോനും കൂടെ പട്ടിണിയാവുമെന്ന് തോന്നുന്നു. ആ പോന്നു, ഞാനും കൂടെ പട്ടിണിയാവട്ടോ. എന്ത് ചെയ്യാന്ന് പ്രശ്നം എങ്ങനെ പരിഹരിക്കും? മിണ്ടാരിയാണ് ഇവിടെ മതി. ഞാൻ പോണ്, നിങ്ങളൊന്ന് പോയാണ്. നിങ്ങൾ അഭിനയമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ പോണു. ഇല്ല ഞാൻ എന്റെ എനിക്ക് പിന്നെ ഞാൻ നിങ്ങൾക്ക് തല്ലി കൊല്ലാനും വലിച്ചഴിച്ച് കൊല്ലാനും തന്നെ ഞാൻ പെറ്റിട്ടത് കഷ്ടപ്പെട്ട് പ്രസവിച്ചിട്ട്. അപ്പൊ നിങ്ങളെ പാട്ടിന് നിങ്ങളെ മോനെ പെടുത്തിയതുപോലെ ഇനി എന്റെ മക്കളെയും കൂടെ പെടുത്താന്നും പറഞ്ഞു തന്നെ ഇരിക്കണം. ഒരു കാര്യമുണ്ട്, എപ്പോഴും പറയാമെന്ന് പറഞ്ഞു. പിന്നെ ഒരു കാര്യമുണ്ട്, സുഖം മരണമായിരിക്കുന്നു. നിങ്ങളെന്ന് വിളിക്കണേ, നീ എന്ന് വിളിക്കും. നന്ദ ഇവിടെ വാനന്താ ഇടയ്ക്കിടയ്ക്ക് രാവിലെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് രണ്ടെണ്ണം എനിക്ക് തരാൻ വേറെ ആരെങ്കിലും വേണ്ടേ? 10 കൊല്ലം കൊണ്ട് കേക്കേന ഇനി ഒന്നും ചെയ്യൂല, എന്നെ കൊന്നാലും ഒന്നും ചെയ്യില്ല. അമ്മയാണോ അച്ഛനാണോ ഒന്നും ചെയ്യില്ല. ദൈവം നേരം ഉണ്ടെങ്കിൽ ഇനി ഒന്നും ചെയ്യൂല. എന്നിട്ട് പിറ്റേ ദിവസം പറഞ്ഞ ഇതേ ദൈവം നേരം ഉണ്ടാക്കി തന്നെ പുഴുത്തയാവും. നിങ്ങള് സ്വയം ചെയ്ത സ്വന്തമായിട്ട് പരിഹാരം കാണുക കേട്ടാ. ഞാൻ ഇടപെടില്ല, പറയൂല. എന്താന്നറിയോ, എന്നും ഞാനാണ് ഇടപെടുന്നത്. ഇനി ഞാൻ ഇടപെടില്ല. ഞാൻ ഇടപെട്ട് തീർക്കേണ്ടതല്ല കാര്യം. സ്വന്തമായിട്ട് ഉണ്ടാക്കി വെച്ച പ്രശ്നം അവനവൻ തീർത്താലേ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളില്ലാതെ ഒന്നും വേണ്ട ഇപ്പോൾ ഞാനെല്ലാം ഉണ്ടാക്കണം. അവള് അവളെ എന്തൊക്കെ ചെയ്ത് എന്നെ അടിച്ചാലും എന്തൊരു കൊച്ചിന്റെ അടുത്ത് എന്തിനാണ് കൊച്ചു അടിച്ചെന്ന് ഏത് കൊച്ചു അടിച്ചാന്തോ എത്ര പൈപ്പ് കിടക്കും ഇവിടെ നന്ദ അവിടെ ഇവിടെ എത്ര പൈപ്പുണ്ട്? ഞാനായിട്ട് ഇതിനെ നിൽക്കില്ല. ഇല്ല ചോദിച്ചാ ഞാൻ വീട് വേറെ വീട് ആരാക്കി എടുത്താൽ മതി. ഇപ്പൊ ഒരു തവണത്തേക്ക് കൂടെ ചെഞ്ചിണ്ടായിരുന്ന രീതി ഇപ്പൊ അവർ ഇത്രയും പറയണം. വേറെ വീട് വാടകയ്ക്ക് എടുക്കണം. പോട്ടെന്നെ ഇനിയിപ്പോ എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ ഇനിയിപ്പോ ഒന്നും ചെയ്യില്ല. എവിടെ ഒന്നും പറയില്ല. ഇനി എന്തായാലും പറഞ്ഞാലും ഒരിടത്ത് പോയാലും മനസമാധാനത്തിൽ ഇവിടെ നിൽക്കാൻ പറ്റൂല. നിങ്ങളുടെ തുണിയല്ലേ കിടക്കുന്നത്? എന്തെങ്ങനെ വന്നത് അവിടെ? അതെന്താ അവിടെ വന്നത്? നാളെ അവനെ ഒന്ന് ചെയ്യും. അവനെ ഒന്ന് ചെയ്യാ. ആ കൊച്ചിനെ ഇനി സംഭവിച്ച ഇനി ഒന്നും ചെയ്യില്ല. ഇനി ഒന്നും ചെയ്യില്ല. ഇനി ഒന്നും പറയില്ല. ഒന്നും ചെയ്യില്ല. ഞാൻ ഇനി വല്ല പറയുന്നെങ്കിൽ ഞാൻ തിരക്കണം. ഇത് ഈ വീട് കാണുന്നവരായിരിക്കും 1 കൊല്ലം കൊണ്ട് കേൾക്കുന്ന ഡയലോഗായിരിക്കും. ഇനി ഞാൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അന്നേരം കേട്ടോ. ഇനി ഞാൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് എന്റെ കയ്യിലൊന്നും പിടിക്കണം. നിങ്ങൾ പോയാണ് 10 ആനേരെ ശക്തിയുണ്ട്. വിട്ടാണ് നിങ്ങള് ഇനി പറഞ്ഞിട്ട് ഇനി പറയില്ല.
ഞാൻ പറയണെങ്കി അന്നേരം നീ കേട്ടാ മതി. കൊച്ചിനെ വലിച്ചഴച്ചു, അതും തലമുടിയിൽ പിടിച്ചു വലിച്ചഴച്ചുകൊണ്ട് വരണം. മണ്ണിക്കൂടാ ഒന്ന് ആലോചിക്കണം. അതിന്റെ പിഞ്ച് ശരീരമല്ലേ, അത് അറ്റുപോയ എന്ത് ചെയ്യും? ആ കല്ലിന്റെ മണ്ണിന്റെ പുറത്തൂടെ വലിച്ചഴക്കണത് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ വരുമ്പോ രാജാവാണ്, ഞാൻ വരുമ്പോ എല്ലാരും അങ്ങ് മാറിത്തരണം. ഇതെന്തോ നട്ടാ മുഴുവൻ ചെളി. അയ്യേ അവളാണ് ഈ ചെളിയിൽ കൊണ്ടുവച്ചാ. കണ്ടില്ലേ ഇത് തട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ ഇത് മാറും. ഇപ്പൊ വെളിയിലിട്ട് വരച്ചതിന് അത്രയും മണ്ണ് ചെളിയാക്കി കളഞ്ഞിട്ട് ഇത് എവിടെ കൊണ്ടുപോകുന്നത്? ഓഫ് ചെയ്യുന്നുണ്ടാ? വണ്ടി ഓഫ് ചെയ്യും. അത്രയും ചെളിയായി ചെളിയിലെടുത്താക്കിയത്. ടയർ മാത്രം നേരം വെളുത്ത് ആശുപത്രിയിൽ പോയിട്ടാണ് വന്നിരിക്കണ. നടുവിലും അതിലൊരു ഉപദ്രവിക്കണത്. പറഞ്ഞല്ല പോണ വിടുവാനാ ചായ ഇട്. വിട്ടാണ് നിങ്ങളെ ഒലിപ്പീരും കൊണ്ട് കിടക്കുന്നത്. ഇനി ഒന്നും ഇല്ല. കൊച്ചിനെ ഒന്നും പറയില്ല. പ്രാവ്യതിന് എന്ത് പറയാനുണ്ടോ എന്തോ ഒന്നും പറയില്ല. ഞാൻ എത്ര തവണ പറഞ്ഞു ഇന്ന പറഞ്ഞത് അതിന്റെ ഇടയിൽ കൂടെ നിനക്ക് ഓണം വെള്ളം നിന്ന് ഷോർട്ട് ആണെങ്കിൽ ഓണാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതൊന്ന് പോവേന്ന് പോകുന്നു. വിട്ട് തളവാതെ മിണ്ടായി വലിയൊരു മാതിരിയാവണം. എന്തൊരു സൗണ്ട് കേട്ടാ അവിടെ? അവിടെ പണി അടക്കിയല്ലേ. എന്റെ അവിടെ ഇരുന്നാണോ? എന്താ പരിഹരിച്ച ഇപ്പൊ പ്രശ്നം? പറഞ്ഞു എവരല്ല എവിള് അല്ല ഒരിക്കലും എവരോട് പറഞ്ഞു. നിങ്ങളെ കാട്ടി പ്രായം കുറവല്ലേ? ഇനി ഒന്നുമില്ല. എവിട് ഇനി ഒന്നും പറയില്ല. ഇനി ഒന്നും പറയില്ല. ഇനി അടുത്ത ആടി കവാലത്ത് ഒന്നില്ല. കൊച്ചിനെ രണ്ട് കൊച്ചുങ്ങളെ അത് നീ നോക്കിയിരുന്നു. അടുത്ത അടി കവാലത്ത്. ഒരു രാവിലെ എന്റെ പ്രേക്ഷകർ കാണുമ്പോ ഉമ്മ മരിച്ചു. ഇത് തന്നെ നടക്കാൻ പോണ. കൊന്നു, ഞാൻ കൊന്നു. ഇവിടെ ക്ഷമിച്ചോണ്ടല്ലേ രാവിലെ ഒന്നും പറയണില്ല. രാവിലെ ഇടിയപ്പം കഴിച്ചാന്ന് ചോര് നിങ്ങള് ചോര്, ഞാൻ ചോദിക്കൂല. കേക്കൂല. ഓ നീ ചോറിട്ട് തിന്നിട്ട് ഇരിപ്പണ്ട, എന്നാലേ എനിക്ക് അടുത്തിടിക്കാൻ ആരോഗ്യം നിനക്ക് കാണുള്ളൂ. എന്റെ ഇടി കൊള്ളുമ്പോ നീ ആരോഗ്യത്തോടെ പ്രതികരിക്കണ്ടേ? മണി ഒന്നായതേ ഉള്ളൂ. ഇപ്പൊ ചായ എന്ത് ചായ? ജോലിക്കാരൻ ഉണ്ണാൻ പോയതല്ലേ ഉള്ളൂ, ഓണയല്ലേ ഉള്ളൂ. ഇനി ഞാനായിട്ട് പറയില്ല. ഇനി ഞാനായിട്ട് പറയില്ല. നീ കേക്ക എന്നാക്കിലും കേക്കണമെങ്കിൽ അന്നേരം അവരോട് പറയാം. ഞാനായിട്ട് പറയില്ല. ഞാൻ ഇടപെടില്ല. ഞാൻ ഇടപെട്ട് കഴിഞ്ഞാൽ ഞാൻ ഒന്നും പറയില്ല. നിങ്ങൾക്ക് അതൊരു ഞാൻ പറയില്ല എന്ന് നിന്നോടാ പറഞ്ഞു. രണ്ട് മക്കളുടെ ഒന്നും പറയില്ല. നിന്നെ വണ്ടി കഴുകുന്ന ഷാമ്പു നീ എന്തായിട്ട് പോക്കത്താനെ പറഞ്ഞാലും ഞാൻ മിണ്ടാതെ എന്റെ വീട്ടിൽ. ഗാന്ധിജി ഒരു കർണത്തടിക്കുമ്പോ അടുത്ത പോക്കിത്തനം പറഞ്ഞ എന്നും ഇത് തന്നെ അവസ്ഥ. നീ എന്തെങ്കിലും പോക്കിത്തനം പറഞ്ഞ ഞാൻ പോക്കിത്തനം പറഞ്ഞോണ്ടിരിക്കുന്ന പോക്കിത്തന എന്തായാലും കൊള്ളാം. ആണ്ടേ എനിക്ക് ഞാൻ ഒന്ന് പറയാം. നിങ്ങളെ വീട് വാടകയ്ക്ക് എടുത്തു. ഞാനേ വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ട് പോവാൻ പറ്റിയ ആളെ ഏൽപ്പിച്ചിട്ട് പോയത്. ഞാൻ രാവിലെ
നോയിക്കോളണം, ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് പറഞ്ഞിട്ട് പോയ അന്ന് എന്നെ അടിയും ഇടിയും. ഒന്ന് ആലോചിച്ച് നോക്ക്. പറയണ്ടായിരുന്നു. വീട് നോക്ക്, കൊടപ്പനക്കുന്ന് ഭാഗത്തൊരു വീട് നോക്ക്. കൊടപ്പനക്കുന്ന് അവിടെ ഒന്ന് അടിക്കാൻ അവർക്ക് കൊടപ്പനക്കുന്നൊക്കെ അറിയാം. എനിക്ക് കല്യാണ ഭാഗത്തോ അതെയല്ല ദൂരോട്ട് നോക്ക്, അതെയല്ല ദൂരോട്ട് ഭാഗത്തൊരു വീട്, മണ്ണന്തല ഭാഗത്ത് വീട് നോക്ക്. മണ്ണതലേ അറിയാം. പിന്നെ അധികം കല്ലേത്തങ്ങാനും നോക്കൊരു വീട്, നമുക്ക് വാടകയ്ക്ക് പോവാം. പിന്നെ അപ്പുറത്തെ ഫ്ലാറ്റ് നോക്കാം, പുതിയ ഫ്ലാറ്റ് വെച്ചുകൊണ്ടിരിക്കും. അപ്പൊ മേളിൽ കയറി വരാൻ പറ്റില്ല. എനിക്ക് നല്ല വീട് വേണം, ഫ്രണ്ടിലൊക്കെ പോലത്തെ വീട്. എനിക്ക് ഫ്രണ്ടിലൊക്കെ പോലത്തെ വീടുണ്ടെങ്കിൽ ഞാൻ ലക്ഷക്കണക്കിനുള്ള ഇനി ഒന്നും ചെയ്യൂല, കൊന്നാലും പറയൂലെന്നൊന്നും പറയണില്ലേ? വടക്ക് പോണെങ്കിൽ നല്ല രീതിയിലും ഭേദം. വാടക ഉള്ളവരും കൂടെ പണമല്ലേ പോവുള്ളൂ, ജീവൻ പോവൂലല്ല. പിന്നെ പണം ഇല്ലെങ്കിൽ അവൻ എന്നും ജോലിക്കും. പണമല്ലേ പോവുള്ളൂ, ജീവൻ പോവൂലല്ല. പണത്തിനേക്കാൾ എത്രയും ഞാൻ ഒന്നും ചെയ്യൂല, എന്നെ കൊന്നാലും ഇനി ഒന്നും ചെയ്യൂല. അത് അഴുക്ക കണ്ണാടി, അതുകൊണ്ട് അത് അഴുക്ക. അത് ഏതോ പഴയത് ആരോ ചവറി കളഞ്ഞിരുന്നത്, ചവറി കളഞ്ഞിരുന്നത്. ആര കണ്ണാടി? നമ്മളെ കണ്ണാടി എന്നെ ചോദിച്ചത്? നമ്മളെ പുതിയ കണ്ണാടി ദേവാസിന്റെ ഡെൽമേഡ കൈ വൃത്തിയ കഴുകുന്നുണ്ടോ? പോയി കുളിക്കും പോയി. ഓ മണി 1 പോയി. 1 കഴിഞ്ഞു. ഓ അത് ഞങ്ങൾ വേണ്ട. കുളിച്ചിട്ട് വരാ ചായ പോയി പോ കുളിക്ക് പോ. മതി തടവിയത്, ഇഷ്ടപ്പെട്ട എനിക്ക്. സോപ്പ് ഇടണ്ട അച്ഛാമ്മ, അമ്മ രാവിലെ സോപ്പ് ഇട്ട് കുളിച്ചു. പോയി ഞാൻ പോണു, പിടിച്ചെനിപ്പിരടാ എന്നെ. കളഞ്ഞിട്ട് കുളിക്ക്. മാറ് പോ.